Hey Siri. Everything you want to know about Apple. Hi everyone, this is Abhinshay from Evika. അങ്ങനെ നമ്മുടെ iOS 6ൻ്റെ ഡെവലപ്പർ ബീറ്റ 3 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ iOS 6ൻ്റെ പബ്ലിക് ബീറ്റ 1ഉം ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ നമുക്ക് വന്നിരിക്കുന്നത് 1.12 GB ഐഫോൺ 11. അത് പല ഡിവൈസിലും പല സൈസായിരിക്കും. അത് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പബ്ലിക് ബീറ്റയിലേക്ക് ജമ്പ് ചെയ്യുന്ന എല്ലാ കൂട്ടർക്കും ഏകദേശം ഒരു 5 GB വരെ വരുന്ന ഒരു ഫയൽ സൈസ് ആയിരിക്കും നമുക്ക് iOS 6ൻ്റെ പബ്ലിക് ബീറ്റ 1ൽ കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16 ബീറ്റ 2 റിലീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ macOS 13 വെഞ്ചുറ ബീറ്റ 3യും റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വാച്ച് OSO അതേപോലെ ഹോംപോഡ് OSO tvOSO ഒന്നും ഇപ്പോൾ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ iOS 6ൻ്റെ ബീറ്റ 3 റിലീസിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. കാരണം ആപ്പിളിൻ്റെ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും അറിയാൻ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമ്മുടെ iOS 6ൻ്റെ ഡെവലപ്പർ ബീറ്റ 3ലെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നിന്ന് ജനറൽ അതിൽ എബൌട്ട് സെക്ഷൻ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 20A5312J എന്ന്. ഇതേ സെയിം പെർട്ടിക്കുലർ ബിൽ നമ്പർ ആയിരിക്കും നമ്മുടെ iOS 6ൻ്റെ പബ്ലിക് ബീറ്റ 1ലും നമുക്ക് കാണാൻ പറ്റുന്ന. ഐഡൻറ്റിക്കലി എല്ലാം സെയിം ആയിരിക്കും നമ്മുടെ പബ്ലിക് ബീറ്റയും ഡെവലപ്പർ ബീറ്റയും ഉള്ള വ്യത്യാസം. പിന്നീട് നമുക്ക് ഈ ഒരു വേർഷനിൽ പുതിയൊരു മോഡേൺ ഫോം കൊണ്ട് അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കണക്ടിവിറ്റി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂസ് നമുക്ക് ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതായത് വലിയ ചേഞ്ചസ് ഒന്നും വരില്ല. നമ്മുടെ iOS 16 ഡെവലപ്പർ ബീറ്റ 3ൻ്റെ റീഇൻസ്റ്റോളിൽ വന്ന പുതിയൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷനിലും അതേപോലെ തന്നെ പോഡ്കാസ്റ്റ് ആപ്ലിക്കേഷനിലും. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷനിൽ ഒരു പാട്ട് പ്ലേ ചെയ്യാമെന്ന് കരുതുക. ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് നമ്മുടെ കൺട്രോൾ സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ iOS 6ൻ്റെ കീനോട്ടിൽ കാണിച്ചാൽ ആ ഒരു ഫുൾ സൈസ് മ്യൂസിക് വിജറ്റ് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്തേനാൽ നമ്മുടെ ആ ഒരു മ്യൂസിക് ആ ഒരു ആൽബം കറക്റ്റ് ഫുൾ സൈസായിട്ട് പോപ്പപ്പ് ആവുകയും നല്ലൊരു കൺട്രോളിങ് നമുക്ക് ഈ ഒരു മ്യൂസിക് വിജറ്റിൽ കൂടെ ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷനിൽ മാത്രമല്ല നമ്മുടെ പോഡ്കാസ്റ്റിലും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പോഡ്കാസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചില്ല. ഇപ്പോൾ ഞാനൊരു പോഡ്കാസ്റ്റ് പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൺട്രോൾ സെൻറ്റർ സ്വൈപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ അവിടെ കാണാൻ പറ്റും നമ്മുടെ ആ പ്ലേ ചെയ്യുന്ന പോഡ്കാസ്റ്റിൻ്റെ ഫുൾ സൈസ് വിജറ്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വന്ന ചേഞ്ച് നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷനിൽ വന്ന ഒരു ചെറിയ ചേഞ്ചാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മ്യൂസിക് ആപ്ലിക്കേഷനിൽ കോൾ പ്ലേ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ പാട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബാൻഡിനെ പറ്റിയുള്ള ചെറിയ റെഫറൽ നമ്മുടെ സ്പോട്ട് സെർച്ചിലും വന്നിട്ടുണ്ടാകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂസിക് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്പോട്ട് സെർച്ച് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് നമ്മുടെ ഇവിടെ ഒരു സജഷൻ കാണിക്കും കോൾ പ്ലേ. നമ്മൾ അവിടെ ടാപ്പ് ചെയ്തതിനാൽ നമുക്ക് ആ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ബാൻഡിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇതൊരു അടിപൊളി അപ്ഡേഷനാണ്. നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷനിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന ആ ഒരു ആർട്ടിസ്റ്റോ ബാൻഡോ ഏതായാലും അതിനെപ്പറ്റിയുള്ള ചെറിയൊരു ബ്രീഫിംഗ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഏതാണ് അതിൻ്റെ ജനറൽ അതേപോലെ റെക്കോർഡിംഗ് ലെവൽ അതായത് ആക്റ്റീവ് ഇയർ ഏതാണ് ആ പറഞ്ഞ കാര്യങ്ങളും പിന്നെ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷനും നമുക്കിവിടെ ആ ഒരു സ്പോട്ട് സെർച്ച് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു അപ്ഡേഷനും നമ്മുടെ iOS 16ൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ്. പിന്നീട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഹോം സ്ക്രീനിൻ്റെ അലൈൻമെൻറ്റിലും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു ഐഫോണിൻ്റെ സ്ക്രീൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും നമ്മുടെ സൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിനും ഈ വെതർ എന്ന ഫോൾഡറിൻ്റെയും ടെക്സ്റ്റിന് കുറച്ച് ഡെപ്ത് ഉള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ആ ഒരു ടെക്സ്റ്റിന് അത്രയും ഡെപ്ത് ഇല്ല. അത് നമ്മുടെ iOS 16ലെ ആ ഒരു ലോക്ക് സ്ക്രീൻ അല്ലെങ്കിൽ ഹോം സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്ത് വരുന്ന ഒരു മാറ്റമാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും
എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ഫോൾഡറിന് ചെറിയൊരു ഡെപ്ത് ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ഫയൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ടെക്സ്റ്റിന് അത്രയും ഡെപ്ത് ഇല്ല. അതായത് നമ്മുടെ ഓരോ ടെക്സ്റ്റിന് അല്ലെങ്കിൽ ഓരോ പേരുകൾക്കും മനസ്സിലാവാൻ വേണ്ടി ബാക്കിൽ ചെറിയ ഡ്രോപ്പ് ഷാഡോ നമ്മുടെ iOS 16 നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ iOS 16 ഈ ബീറ്റ 3 നമുക്ക് ചെറിയൊരു അപ്ഡേഷൻ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ സിറി ആൻഡ് സെർച്ചിൽ നമ്മൾ താഴത്തേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ സിറി ഹാങ് അപ്പ് കാണാൻ പറ്റില്ല. നമ്മുടെ ബീറ്റേഴ്സിൻ്റെ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചായിരുന്നു ഹാങ് അപ്പ് വിത്ത് സിറി എന്ന ഓപ്ഷൻ നമ്മുടെ iOS 16 വന്നായിരുന്നു. ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ഇപ്പോൾ ഈ ഒരു ബേറ്റയിലൂടെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ബേറ്റാസിലൊക്കെ ഓപ്ഷനായിട്ട് വന്നും പോയും കുറേ ഫീച്ചേഴ്സ് വരും. അവസാനം ഒഫീഷ്യൽ അപ്ഡേറ്റിൽ ആ ഒരു അപ്ഡേഷൻ ചിലപ്പോൾ അവർ പെർമനൻ്റ് ആക്കുകയും ചെയ്യും. പിന്നീട് വന്ന ഒരു മാറ്റം അല്ലെങ്കിൽ പബ്ലിക് ബേറ്റാസിനും വരുന്ന ഒരു ഏറ്റവും വലിയ മാറ്റമാണ് നമ്മുടെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഇത്ര നാൾ നമ്മുടെ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്ന ആ ഒരു കൂട്ടർക്ക് മാത്രമായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇനി മുതൽ എല്ലാ ഐഫോൺ യൂസേഴ്സും, അതായത് iOS 16 റൺ ചെയ്യുന്ന എല്ലാ ആപ്പിൾ യൂസേഴ്സിനും നമ്മുടെ ആപ്പിൾ ഫിറ്റ്നസ്സും ഇനി മുതൽ അവൈലബിൾ ആയിരിക്കും. പിന്നീട് ബഗ്ഗിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മ്യൂസിക്കിലാണ് ആ ഒരു ബഗ്ഗിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പാട്ട് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷൻ എപ്പോഴും ക്രാഷ് ആവുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ആ ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നമ്മുടെ ഈ ഒരു ബീറ്റ 3 റീഇൻസ്റ്റോളിൽ കറക്റ്റായിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഡിവൈസിൽ മ്യൂസിക് ആപ്ലിക്കേഷൻ നമ്മുടെ കാറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ചെറിയ ക്രാഷ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷനിൽ നമുക്ക് ഈ ഒരു ബഗ് റിസോൾവ് ചെയ്തിട്ടുണ്ടെന്ന് കരുതാം. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയ പോലെ അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയ പോലെ ഡ്രോപ്പിംഗ് വരാതെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗീക്ക് ബെൻസ്കോണിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം സിംഗിൾ കോർ വരുന്നത് 1320 മൾട്ടി കോർ എന്ന് പറയുമ്പോൾ 3376 നമ്മുടെ മൾട്ടി കോറും എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ വരുന്നത്. ഓരോ ആപ്ലിക്കേഷൻസ് എടുക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്ലോവോ അതേപോലെ ഒരു ഡ്രോപ്പിങ്ങോ നമുക്ക് ഇത്രയും നേരമായിട്ടും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാ കൂട്ടുകാരോടും പറയാറുണ്ട്, നമ്മുടെ OS ഇൻസ്റ്റാൾ ചെയ്ത് അപ്പം തന്നെ നമുക്ക് ബാറ്ററിയുടെ പെർഫോമൻസ് ഒരിക്കലും കണക്കൂട്ടാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ബാറ്ററിയുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 89 ആയിട്ടുണ്ട്. 1% കൂടെ ഇപ്പോൾ ആ ഒരു ബാറ്ററി ഹെൽത്തിന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 4 hours 46 minutes സ്ക്രീൻ ഓൺ ടൈം, 1 hour 18 minutes എൻ്റെ സ്ക്രീൻ ഓഫ് ടൈം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ എൻ്റെ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നത്, നമ്മുടെ ബാറ്ററി പെർഫോമൻസ് നമുക്ക് ചില സമയത്ത് കൂടാം. ഓരോ അപ്ഡേഷൻസിലും ചിലപ്പോൾ എന്തെങ്കിലും ബഗ്ഗുകളോ എന്തെങ്കിലും കാരണം വെച്ച് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് കുറയാം. നമ്മുടെ ഓരോ ആൾക്കാരുടെയും ബാറ്ററി യൂസേജ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർക്കും വരുന്ന ബാറ്ററി പെർസെൻറ്റേജും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ വേറൊരു വ്യക്തിയുടെ ബാറ്ററി പെർഫോമൻസ് അനുസരിച്ച് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നീട് ഓവർ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ബീറ്റ അത്യാവശ്യം നല്ലൊരു തെർമൽ കൺട്രോളിൽ തന്നെ വരുന്നുണ്ട്. ഇത്രയും നേരം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും അത് കണ്ട് ഞാൻ ഈ ഒരു ബീറ്റ റൺ ചെയ്ത് ഓടിച്ച് നോക്കി. ഞാൻ കുറേ നേരം നമ്മുടെ ഐഫോൺ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും വലിയൊരു ചൂടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ലൊരു തെർമൽ മാനേജ്മെൻറ്റ് നമ്മുടെ ഈ ഒരു ബീറ്റ 3 നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് ബീറ്റ 4 നമുക്ക് എന്നാണ് iOS 16 ബീറ്റ 4 എന്നാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വീക്കിൽ എന്തായാലും നമുക്ക് മിക്കവാറും ഒരു ബീറ്റ 4 അപ്ഡേഷൻ വരില്ല. അടുത്ത വീക്കോ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് iOS 16 ബീറ്റ 4 റിലീസ് ആവാൻ ചാൻസ്. അതിനുശേഷം നമ്മുടെ ഓഗസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു മന്തിൽ വീക്കിലി അപ്ഡേഷൻസ് നമുക്ക് ചിലപ്പോൾ iOS 16 കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നീട് iOS 16 പബ്ലിക് ബീറ്റ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കൂട്ടുകാർക്ക് നമ്മുടെ iOS 15.6 ഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ ഒരു വീക്ക് അവസാനം നമുക്ക് ചിലപ്പോൾ ലഭിക്കേണ്ടതാണ് എന്നൊരു ന്യൂസ് ഉണ്ട്. അല്ലെങ്കിൽ അടുത്ത വീക്കിനുള്ളിൽ നമുക്ക് എന്തായാലും നമ്മുടെ iOS 15.6
എന്തായാലും ലഭിക്കുന്നതായിരിക്കും. അതിൽ കുറേ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും അതേപോലെ സെക്യൂരിറ്റി പാച്ചസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ iOS 16 കാര്യങ്ങൾ പറയുമ്പോൾ ഇനി നമുക്ക് കുറേയധികം ഫീച്ചേഴ്സും അതേപോലെ തന്നെ കുഞ്ഞു കാര്യങ്ങളും കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് iOS 16 ബീറ്റ 3ൽ കാണാൻ പറ്റിയെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ടതായിട്ട് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ അടുത്തുനിന്നും കുറേ കാര്യങ്ങൾ എനിക്കും അറിയാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 6 ബീറ്റ 3 റിലീസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അവർക്ക് പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും, അതേപോലെ ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഇൻഫർമേഷനും കൂടിയായിരിക്കും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടാരും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്യുക. കാരണം നമ്മൾ ഇതേപോലെ റിലീസ് ചെയ്യുന്ന എല്ലാ ആപ്പിൾ അപ്ഡേഷനും ന്യൂസും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഇപ്പോഴും ജോയിൻ ചെയ്തെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. കാരണം അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും റിയൽ ടൈമായിട്ട് ചോദിക്കാം. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴിയും ആപ്പിളിൻ്റെ കുറേ അപ്ഡേഷൻസ് ഇറങ്ങി നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യാൻ വരുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഈസ് യു ബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.